നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും സ്റ്റൈലിഷായ മോട്ടോർ സൈക്കിളുകൾ പണിയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും അത് TVS തന്നെയാണ് എന്ന്. അപ്പാഷെ സീരീസിലൂടെ വിസ്മയം തീർക്കുന്ന ഹോസൂർ ആസ്ഥാനമായുള്ള ബ്രാൻഡിന്റെ റൈഡർ 125 പോലും യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുകയാണ്. എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് സെഗ്മെന്റിൽ വിപ്ലവം തീർത്ത അപ്പാഷെ മോഡലുകൾ പണ്ടുകാലത്ത് പൾസറുകളോട് പടവെട്ടിയാണ് നിലനിന്നിരുന്നത് എങ്കിൽ ഇന്ന് പൾസറുകളേക്കാൾ വിൽപ്പന കിട്ടുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആധുനിക കാലത്തിനൊത്ത വാഹനങ്ങളെ പരിഷ്കരിക്കാൻ TVS കാണിക്കുന്ന മിടുക്ക് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണവും. ഇപ്പോഴത്തെ അപ്പാഷെ RTR 160 4V മോട്ടോർ സൈക്കിളിനെ അധിക ഫീച്ചറുകളും കൂടുതൽ അപ്ഗ്രേഡുകളും നൽകി മോഡേൺ വൽക്കരിക്കുകയാണ് TVS. ആരും കണ്ടാൽ മോഹിക്കുന്ന രൂപവും ഭാവവുമായി വരുന്ന 160cc ബൈക്കിന് 1,40,40,000 രൂപയാണ് എക്സ്ഷോറൂം വിലയായി മുടക്കേണ്ടി വരുന്നത്. 2023 അവതരിപ്പിച്ച അവസാന അപ്ഡേറ്റിനേക്കാൾ ഏകദേശം 5,000 രൂപ മാത്രമാണ് അധികമായി ചിലവഴിക്കേണ്ടി വരിക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ കൊടുക്കുന്ന അധിക പൈസയ്ക്കുള്ള നവീകരണം തന്നെയാണ് TVS ഏറ്റവും പുതിയ അപ്പാഷെ RTR 160 4V മോട്ടോർ സൈക്കിളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. റൈഡിംഗ് അനുഭവം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ സവിശേഷതകളാണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പ്രവർത്തനക്ഷമമാക്കുന്ന പുതിയ TVS സ്മാർട്ട് X കണക്ട് TM സാങ്കേതിക വിദ്യയും അപ്പാഷയിൽ കിട്ടുന്നതാണ്. അതോടൊപ്പം ടേൺ ബൈ ടേൺ നാവിഗേഷൻ, കോൾ, SMS അലേർട്ടുകൾ, അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റ് എന്നിവയും കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പാഷെ RTR 160 4V മോഡലിൽ TVS ഒരു ഗ്ലൈഡ് ത്രൂ ടെക്നോളജിയും അതായത് GTTയും ചേർത്തിട്ടുണ്ട്. ഈ പുതിയ സാങ്കേതിക വിദ്യ കനത്ത ട്രാഫിക് സാഹചര്യങ്ങളിൽ തടസ്സമില്ലാത്ത യാത്ര വാഗ്ദാനം ചെയ്യാൻ റൈഡറെ സഹായിക്കുന്നതാണ്. ക്രമീകരിക്കാവുന്ന ബ്രേക്ക്, ക്ലച്ച്, ലിവർ എന്നിവയിലൂടെ കൂടുതൽ സുഖ സൗകര്യങ്ങളും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. TVS അപ്പാഷെ RTR 160 4V 3 എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളോടെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഗ്രാനൈറ്റ് ഗ്രേ, മാറ്റ് ബ്ലാക്ക്, പേൾ വൈറ്റ് എന്നിവയാണ് ബൈക്കിലെ പുതിയ നിറങ്ങൾ. മുൻപ് അവതരിപ്പിച്ച ലൈറ്റനിങ് ബ്ലൂ എന്ന നിറത്തിലും 160cc അപ്പാഷെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. സ്പോർട്ടി റേസ് പ്രചോദിത ഗ്രാഫിക്സ്, ഗോൾഡൻ നിറത്തിൽ പൂർത്തിയാക്കിയ അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ, റെഡ് അലോയ് വീലുകൾ എന്നിവയും ബൈക്കിന്റെ മൊഞ്ച് കൂട്ടാൻ സഹായിക്കുന്ന ഘടകമാണ്. കാഴ്ചയിൽ ഇത്രയും മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിലും TVS അപ്പാഷെ RTR 160 4V മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനിൽ നവീകരണങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതേ 160cc സിംഗിൾ സിലിണ്ടർ എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളിന് ഇപ്പോഴും തുടിപ്പേകുന്നത്. 8,000 RPM-ൽ 17.3 bhp കരുത്തും 6,500 RPM-ൽ 14.8 Nm പീക്ക് ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ എഞ്ചിന് സാധിക്കും. 5 സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മെച്ചപ്പെടുത്തിയ പവർ ഡെലിവറി, ഉയർന്ന മൈലേജ്, ദൈർഘ്യമേറിയ എഞ്ചിൻ ആയുസ്, കുറഞ്ഞ മലിനീകരണം, വ്യത്യസ്ത റൈഡ് സാഹചര്യങ്ങളിൽ ഉടനീളം സുസ്ഥിരമായ പെർഫോമൻസ് തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന റേസ് ട്യൂൺഡ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനവും അപ്പാഷെയുടെ എഞ്ചിനിൽ കോർത്തിണക്കിയിട്ടുണ്ട്. മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ 37 mm USD ഫ്രണ്ട് സസ്പെൻഷൻ, ടെലസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകൾ, പിന്നിൽ മോണോഷോക്ക്, 240 mm റിയർ ഡിസ്ക് ബ്രേക്ക്, ഡ്യുവൽ ചാനൽ ABS എന്നിവയും ബൈക്കിൽ ലഭിക്കുന്നതാണ്. അപ്പാഷെ RTR 160 4V മോഡലിന് സ്പോർട്ട്, അർബൻ, അതുപോലെ തന്നെ റെയിൻ എന്നിവയുടെ ഉൾപ്പെടെയുള്ള 3 റൈഡ് മോഡുകളും TVS നൽകിയിട്ടുണ്ട്. കൂടുതൽ നൂതനമായ സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട പെർഫോമൻസും കോർത്തിണക്കിയ ഏറ്റവും പുതിയ അപ്പാഷെ RTR 160 4V ഇന്ത്യൻ വിപണിയിൽ ട്രെൻഡാകുമെന്ന് ഉറപ്പാണ്. രാജ്യത്തെ 160cc എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് സെഗ്മെന്റിൽ ഹീറോ എക്സ്ട്രീം 160R 4V, ഹോണ്ട CB ഹോർനെറ്റ് 2.0, ബജാജ് പൾസർ N160 എന്നീ വമ്പന്മാരോടെയാണ് അപ്പാഷെയുടെ ബേബി പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും കച്ചവട കണക്കുകളിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് TVSന്റെ പ്രതീക്ഷ.